സൂപ്പർമാർക്കറ്റ്, അമരമ്പലം റോഡ്, വാണിയമ്പലം. നന്ദിനി ഔട്ട്ലെറ്റ് ഇനി വണ്ടൂരിലും. പാലിന്റെ നന്മയും ആരോഗ്യ സുരക്ഷയും കോർത്തിണക്കിയ കർണാടക മിൽക്ക് ഫെഡറേഷന്റെ പാലുൽപ്പന്നങ്ങൾ തുടങ്ങി 50-ൽ പരം വ്യത്യസ്ത ദോശകളുടെ രുചി വൈവിധ്യങ്ങളുമായി നന്ദിനി കഫേ. വാണിയമ്പലം താളിയംകുണ്ട് പൂളമണ്ണ റോഡിൽ ടാറിംഗ് പ്രവൃത്തികൾ നടത്താത്തതിൽ വ്യാപക പ്രതിഷേധം. കാലങ്ങളായി തകർന്നു കിടക്കുന്ന റോഡിൽ വേണ്ട അറ്റകുറ്റപ്രവൃത്തികൾ പോലും നടത്താത്തതാണ് വാഹനങ്ങൾക്കടക്കം കടുത്ത ദുരിതമായത്. പ്രതിഷേധങ്ങൾക്കിടെ 1 മാസത്തിനകം ടാറിംഗ് നടത്തുമെന്ന് MLAയുടെ വാഗ്ദാനങ്ങൾ ഉണ്ടായെങ്കിലും ഇത് കഴിഞ്ഞിട്ടും 2 മാസം പിന്നിട്ടതായി നാട്ടുകാർ പറയുന്നു. വാണിയമ്പലം റെയിൽവേ സ്റ്റേഷനിലേക്കും താളിയംകുണ്ട് പൂളമണ്ണ പാണ്ടിക്കാട് ഭാഗങ്ങളിലേക്കുമുള്ള പ്രധാന റോഡിന്റെ അവസ്ഥയാണിത്. 20 കോടി രൂപ ചെലവിൽ കിഫ്ബി പദ്ധതിയിൽ റോഡ് വികസന പ്രവൃത്തികൾ നടക്കുമെന്നറിയിച്ചിട്ട് വർഷം 5 കഴിഞ്ഞു. KRFB പ്രവൃത്തി ഏറ്റെടുത്തിട്ടുണ്ടെന്നായിരുന്നു വിവരം. ഇതിന്റെ ഭാഗമായി പല തവണകളായി റോഡിൽ സർവേയും വീതി കൂട്ടുന്നതുമായി ബന്ധപ്പെട്ട അതിർത്തി നിർണയങ്ങളും പൂർത്തിയാക്കി. ഇതിനായി റോഡിൽ സോയിൽ പരിശോധനയും സർവേയും നടത്തിയതിന് കണക്കില്ല. വളരെ ഈ റോഡിന്റെ കാര്യം ചോദിച്ചാൽ വളരെ മോശം. എത്രയോ വർഷമായി പല MLAമാരും മാറി വന്ന് പലരോടും പല ആവശ്യങ്ങളും ഇവിടെ ഓട്ടോറിക്ഷക്കാരും ഡ്രൈവേഴ്സും നാട്ടുകാരും ഒക്കെ പറഞ്ഞതാ. ഇത് ഓരോ പ്രശ്നം പറഞ്ഞ് ഇവിടെ മറ്റേ ഇതില്ല, വഴിയില്ല, അതിൽ ചെയ്യാൻ സ്ഥലമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടെ അളക്കുമ്പോൾ അവിടെ അളക്കുമ്പോൾ ഇവിടെ ഇതിലൊക്കെ കുറേ രാഷ്ട്രീയ കളിയുണ്ട്. അതായത് വ്യക്തിത്വങ്ങളെ കളികൾ ഇതിലുണ്ട്. അതുകൊണ്ടാണ് ഈ റോഡിന് ഇത്രയും കാലത്ത് ഒന്നും ചെയ്യാൻ കഴിയാതെ. കാരണം അതൊക്കെ ഓരോ മുതലാളിമാരെ കൊടുത്തങ്ങളും ഭാഗവും ഒപ്പിടാത്ത പ്രശ്നങ്ങളും അങ്ങനെ പല പ്രശ്നങ്ങളും ഈ റോഡിനുണ്ട്. അത് ഇവിടുന്ന് പൊളിച്ചു പോകാൻ കഴിയാത്ത റോഡ് പണി നടക്കും എന്ന് പറയല്ല. കുറേ 1.5 ഇഞ്ചിൻ്റെ ബോളർ അവിടെ ഒലിട്ടുകാണ്ട് പോകും. ഞങ്ങൾ പ്രശ്നം ഉണ്ടാക്കുന്നു. പിന്നെ ഞങ്ങൾക്ക് ഓടാതിരിക്കാൻ കഴിയും. ഞങ്ങൾക്ക് കാര്യമായിട്ടുള്ള ഓട്ടമില്ല. ഞങ്ങൾക്ക് നല്ല ഇവിടെ ഓരോ ടാക്സിക്കാർക്കും മനസ്സിലാവും. അപ്പം ഞങ്ങൾക്ക് പോകില്ലെന്ന് പറയാം. ഞങ്ങളോട് പറയും ബസ്സരും മറ്റുള്ളവരൊക്കെ നാട്ടുകാർ നിങ്ങൾ ഓടാന്നാൽ മതി. ഞങ്ങളെങ്ങനെ ഓടാക്കണ്? ഞങ്ങൾക്ക് ഇതിൻ്റെ അടവും കാര്യങ്ങളൊക്കെ ചെയ്യണ്ടേ. അപ്പോൾ ഞങ്ങൾക്ക് ഓടാതിരിക്കാൻ കഴിയില്ല. പക്ഷെ അത് പറഞ്ഞ് MLAനോട് പറഞ്ഞപ്പോൾ MLA പറഞ്ഞു ഇപ്പോൾ അടുത്തുണ്ട്, 15 ദിവസം കൊണ്ട് ചെയ്യും പറഞ്ഞ് 2 മാസം മുമ്പ്. 15 ദിവസം കൊണ്ട് ഇവിടുന്ന് ഫുള്ളായിട്ട് റോഡ് പണി നടക്കും. അതുവരെ ഞങ്ങൾ ക്ഷമിക്കാറുണ്ട്. ഇവിടുന്ന് കുണ്ടന്മാരൊക്കെ പോയി, ഞാൻ പോയിട്ടില്ല, എനിക്കറിയത് ചെയ്യൂല എന്നില്ല. കാരണം നമ്മൾ രാഷ്ട്രീയം കൊണ്ട് കുറേ അറിയണത് കൊണ്ട് പറയാണ്. കാരണം ഇതൊന്നും ചെയ്യില്ല. അവനാൻ്റെ കീസ പേടിപ്പിക്കുക. രാഷ്ട്രീയക്കാരെന്ന് പറഞ്ഞാൽ ഇത്രയും നമ്മളിപ്പോൾ പറയണില്ല. മനസ്സിലായി, നമ്മളൊക്കെ കുറേ കളിച്ചു. എന്നാലും ഈ പൊതുകാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചൂടെ രാഷ്ട്രീയക്കാർക്ക്? വേറെ ഒന്നും വേണ്ട. ഈ പൊതുകാര്യങ്ങൾ ഒരാളെ വ്യക്തിക്കൊന്നും കൊടുക്കണ്ട. ഈ റോഡ്, പാടം, വഴി, വീടുകൾ ഇതൊക്കെ ഈ രാഷ്ട്രീയക്കാർക്ക് ചെയ്യാൻ കഴിയണം. വല്ല വീട്ടിൽ നിന്നല്ലല്ലോ, നമ്മളെ നീതി പൈസ അല്ലേ, അത് വർക്ക് എടുത്ത് കൊടുത്തൂടെ? ഇത്തരത്തിൽ പറയാനുള്ളൂ. ഈ റോഡിൻ്റെ വളരെ അവസ്ഥ, അരച്ചതവസ്ഥ. ഞങ്ങളെ പിന്നെ നീളുമ്പോൾ 2000 റുപ്യ 2000 റുപ്യാണ്. ഇവിടെ 30 റുപ്യ. ഇവിടുന്ന് പോയിട്ട് അഥവാ ഞങ്ങൾ പോയിട്ടില്ലെങ്കിൽ പറയും എന്തുകൊണ്ട് പോകണില്ല, ഓൻ്റെ പേരിൽ ആക്ഷൻ എടുക്കണം. പിന്നെ ഞങ്ങൾ എന്താ ചെയ്യുക? പോകില്ലെന്ന് പറയാൻ പറ്റില്ല. പോയിട്ടില്ലെങ്കിൽ ഓട്ടോറിക്ഷക്കാർ മോശം. മനസ്സിലായോ? ഈ 30 റുപ്യ അവിടുന്ന് അങ്ങേ തലക്കെന്ന് തള്ളിയിട്ട് ഇവിടെ വന്നാൽ കിട്ടുക. അവിടേക്ക് പോയാൽ അങ്ങേത്താരം 1.5 കിലോമീറ്റർ പോകണം ഈ റോഡിന്. 30 റുപ്യ കിട്ടുക. 10 റുപ്യ ഗ്യാസ് ചോദിച്ചാൽ പറയും എന്തിനു തരുന്നത്? നിങ്ങൾക്ക് 30 റുപ്യ അല്ലേ, നിങ്ങൾ ഓർണ്ട ചളി. ഇതാ ഉപഭോക്താക്കൾ പറയണേ. അപ്പം ഞങ്ങൾക്ക് പറയാനുള്ള ഈ റോഡ് നന്നാക്കളെ വിനീതമായിട്ട് പറയാണ്. നന്നാക്കി തന്ന വലിയ ഉപകാരം. സ്ഥലം വിട്ടു നൽകുന്നതുമായി ബന്ധപ്പെട്ട അഭിപ്രായ വ്യത്യാസങ്ങൾ റോഡ് വികസന പ്രവർത്തനങ്ങൾക്ക് കാരണമായി പറഞ്ഞിരുന്നുവെങ്കിലും എല്ലാം കഴിഞ്ഞ് അതിർത്തി നിർണയവും കഴിഞ്ഞിട്ട് കാലങ്ങളായി. ഇപ്പോൾ ഫണ്ടിന്റെ അപര്യാപ്തതയാണ് പ്രവൃത്തികൾക്ക് തടസ്സമായി പറയുന്നത്. ഇതിനിടയ്ക്കാണ് റിപ്പയർ വർക്കിംഗ് എന്ന പേരിൽ 50 ലക്ഷം രൂപ അനുവദിച്ചത്. ഇതിനുവേണ്ട ടാർ, മെറ്റൽ എന്നിവയെല്ലാം എത്തിയതായി റോഡ് വിഭാഗം AE വിപിൻ പറയുന്നു. 7 കിലോമീറ്റർ ഭാഗത്താണ് അറ്റകുറ്റപ്രവൃത്തി നടത്തുക. മഴ കാരണമായി പറഞ്ഞ് ഇതും നീണ്ടുപോവുകയാണ്. എല്ലാം കഴിഞ്ഞ് റോഡ് ഗതാഗതം എന്ന് സുഖമാവുമെന്നാണ് നാട്ടുകാരുടെ ചോദ്യം. ന്യൂസ് ബ്യൂറോ, വാണിയമ്പലം. സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം. മയൂരി ഗോൾഡൻ ഡയമണ്ട്സ്, കാളികാവ് റോഡ്, ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ, വണ്ടൂർ. തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി PAK ഗോൾഡൻ ഡയമണ്ട്സ്. മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ്, PAK ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. VPT സൂപ്പർമാർക്കറ്റ്, അമരമ്പലം റോഡ്, വാണിയമ്പലം.